ഒന്നാമത്തെ ചാപ്റ്ററായ റിലേഷൻ ആൻഡ് ഫംഗ്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിലാദ്യം എന്താണ് റിലേഷൻ എന്ന് നിങ്ങൾക്ക് അറിയണം. ആദ്യം റിലേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ +1 ക്ലാസ്സുകളിൽ റിലേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒന്നും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് +2 പഠിക്കാറുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഓർമ്മ ഒന്ന് പുതുക്കാം, എന്താണ് റിലേഷൻ എന്ന്. ഓക്കെ, അപ്പം എന്താണ് റിലേഷൻ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. റിലേഷൻ നമുക്കൊരു എക്സാമ്പിളിലൂടെ എന്താണ് റിലേഷൻ എന്ന് പഠിക്കാം. സെറ്റ് A = 1 2 3 ആണ്. സെറ്റ് B 1 4 9 16 ആണ്. അങ്ങനെയാണെങ്കിൽ എയിൽ 3 എലമെന്റ്സും ബിയിൽ 4 എലമെന്റ്സും ആണ്. അങ്ങനെയാണെങ്കിൽ A ക്രോസ് B 12 എലമെന്റ്സ് ഉണ്ടാവും. ഇവിടെ 3 ആണല്ലേ, ഇവിടെ 4 ആണ്. 3 × 4 12 എലമെന്റ്സ് ആണ് A ക്രോസ് ബിയിലുണ്ടാവും. എങ്ങനെയാണ് A ക്രോസ് ബി ചെയ്തത്? സെറ്റ് എയിലെ 1 എടുക്കും. അപ്പോൾ 1 1 അതാണ് ഇവിടെ എഴുതിയത്, ഓർഡേർഡ് പെയർ ആയിട്ട്. 1 4 1 9 1 16 അതാണ് ഈ ലൈൻസിലെ. ഇനി 2, ഇനി ഏഴ് 2 എടുക്കുക. 2 1 2 4 2 9 2 16 അതാണ് ഇവിടെ. ഇനി 7 3 എടുക്കുക. 3 1 3 4 3 9 3 16 അതാണ് A ക്രോസ് ബി. A ക്രോസ് ബി 12 എലമെന്റ്സ് ഉണ്ടാവും. കാരണം സെറ്റ് എയിൽ 3 എലമെന്റ്സ്, സെറ്റ് ബി 4 എലമെന്റ്സ്. അപ്പൊ 3 × 4 ആയിരിക്കും A ക്രോസ് ബി ഉണ്ടാവും. ഇനി ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ A ക്രോസ് ബിയുടെ സബ്സെറ്റിനെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ +1 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഒരു സെറ്റ് തന്നാൽ അതിന്റെ സബ്സെറ്റ് എഴുതാൻ. ഇനി A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് റിലേഷൻ. അപ്പൊ ഈ 1 1 ഇത് നമ്മൾ സെറ്റാക്കി സബ്സെറ്റ് ആക്കി എഴുതാം. 1 1 അങ്ങനെ കുറേ സബ്സെറ്റുകൾ A ക്രോസ് ബിക്ക് ഉണ്ടാവും. അപ്പം ആ സബ്സെറ്റിനെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷൻ സിംപ്ലി ഇറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് A ക്രോസ് ബി. അപ്പം എത്ര A ടു ബിയിലേക്ക്, എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ടാവും? എത്ര റിലേഷൻ ഉണ്ടാവും? ഒരു സെറ്റ് തന്നാൽ അതിന്റെ സബ്സെറ്റ് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2n ആണ്. n is the number of elements in set. സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ് n. അപ്പം ഈ A സെറ്റ് 3 എലമെന്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം 2⁻³ ആയിരിക്കും. ബി ആണെങ്കിൽ 2⁻4 ആയിരിക്കും. അങ്ങനെ A ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാവും? ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? 12 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ 2⁻12 റിലേഷൻസുകൾ ഉണ്ടാവും. എയിൽ നിന്ന് ബിയിലേക്ക് 2⁻12 റിലേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ A ക്രോസ് ബിയുടെ സബ്സെറ്റിനെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ +1 തന്നെ പഠിച്ചിട്ടുണ്ട്, A ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു B ക്രോസ് A. അതായത് ഇത് നമ്മൾ 1 1 1 4 1 9 160 അങ്ങനെയാണല്ലോ A ക്രോസ് ബി എഴുതിയത്. ഇനി B ക്രോസ് A ആണ് എഴുതുന്നതെങ്കിലോ ബിയിലെ എലമെന്റ് ഫസ്റ്റ് എടുക്കാം. 1 1 1 2 1 3 4 1 4 2 4 3 B ക്രോസ് A നോട്ട് ഈക്വൽ ടു A ക്രോസ് ബി ആയിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആർ ഈസ് എ റിലേഷൻ ഫ്രം A to B such that R is equal to, relation is equal to xy such that y is the square of x. R is a relation from A to B such that R is equal to xy ordered by xy and
such that y is the square of x. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ തന്നു. ഇതിന് നമ്മൾ പറയാം സെറ്റ് ബിൽഡർ ഫോം എന്നാണ്. ഈ രൂപത്തിൽ എഴുതുന്നതിന് നമ്മൾ പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം എന്നാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട റിലേഷൻ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ റോസ്റ്റർ ഫോം നമുക്ക് എഴുതാം. റോസ്റ്റർ ഫോം എന്നാണ് അതിന് പറയുന്നത്. റോസ്റ്റർ സെറ്റ് ആക്കി എഴുതുന്നതിന് റോസ്റ്റർ ഫോം എന്നാണ്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഓർഡേർഡ് പെയർ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. y is the square of x ആണ്. x ന്റെ സ്ക്വയർ ആണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ 1 1 പറ്റില്ലേ? 1 ന്റെ സ്ക്വയർ അല്ലേ 1. അപ്പം 1 1 പറ്റും. ഇനി 2 4 2 ന്റെ സ്ക്വയർ അല്ലേ 4. 2 4. ഇനി 3 9 3 9. ഇതിനെ നമ്മൾ റോസ്റ്റർ ഫോം എന്നാണ് പറയുന്നത്. ഇത് സെറ്റ് ബിൽഡർ ഫോം, ഇത് റോസ്റ്റർ ഫോം. അപ്പം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ് 1 1 2 4 3 9. ഇനി ഇതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാനാണ്. ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ, ഇത് മൂന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് ആണ്. ഈ ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് എലമെന്റ് ആണ് ഡൊമൈൻ. ഇപ്പൊ ഡൊമൈൻ ഓഫ് ആർ ഇസ് ഈക്വൽ ടു എന്താണ്? ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് ഇവിടെ 1 അല്ലേ? 1, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 2, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 3. അതാണ് ഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റ്. സെക്കൻഡ് എലമെന്റ് ഏതാണ്? 1 4 9. 1 4 9 ഇതാണ് റേഞ്ച്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ബിയിലെ എല്ലാ എലമെന്റ്സും ആണ് കോഡൊമൈൻ. റിലേഷൻ പറഞ്ഞിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്കല്ലേ? അപ്പൊ ബിയിലെ എല്ലാ എലമെന്റ്സിനെയാണ് കോഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ ബിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? 1 4 9 16. ഇതാണ് കോഡൊമൈൻ. ഓക്കെ, ഇനി റേഞ്ച് എന്ന് പറയുന്നത് ഈ കോഡൊമൈന്റെ സബ്സെറ്റ് ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ കോഡൊമൈൻ കിട്ടിയത് 1 4 9 16. അതിന്റെ സബ്സെറ്റ് ആണ് റേഞ്ച് 1 4 9. ഇതിന്റെ സബ്സെറ്റ് അല്ലേ ഇത്? ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് റിലേഷൻസിനെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ എംപ്റ്റി റിലേഷൻ. എന്താണ് എംപ്റ്റി റിലേഷൻ? നമ്മൾ എ ക്രോസ് ബി എഴുതുമ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ ക്രോസ് ബി is equal to 1 1 2 1 3 1. ഇതാണ് വിചാരിക്കുക. അപ്പോൾ ഈ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണല്ലോ റിലേഷൻ. അപ്പൊ നമുക്ക് ഇതിന്റെ സബ്സെറ്റുകൾ എഴുതുമ്പോൾ അതിൽ ഒരു 5 വരുന്നുണ്ട്. ഇതിന്റെ സബ്സെറ്റുകൾ എഴുതുമ്പോൾ 5 ഇതിന്റെ സബ്സെറ്റ് ആണല്ലോ. നമ്മൾ സെറ്റിന്റെ സബ്സെറ്റ് എഴുതുമ്പോൾ 5 ഉണ്ടാവല്ലോ. അതാണ് എംപ്റ്റി റിലേഷൻ. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബോയ്സ് സ്കൂളിൽ തന്നിട്ടുണ്ട്. അതിന് കുട്ടികളുടെ ഹൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട് ബോയ്സ് സ്കൂളിൽ. ഇനി അവിടെ ഗേൾസിന്റെ ഹൈറ്റ് എന്താണ്? ഒരു എംപ്റ്റി റിലേഷൻ ആണ്. കാരണം എന്താണ്? ബോയ്സ് സ്കൂളിൽ എന്തുണ്ടാവില്ല? ഗേൾസ് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനത്താണ് എംപ്റ്റി റിലേഷൻ. ഇനി യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സെറ്റ് ചെയ്തുമ്പോൾ ഇതിനെ സബ്സെറ്റ് ചെയ്തുമ്പോൾ നമ്മൾ സബ്സെറ്റ് ആയിട്ട് തന്നെ 1 1 2 1 3 1 ഇത് മൊത്തത്തിൽ എഴുതൂലേ? നമ്മൾ സെറ്റിനെ സബ്സെറ്റ് ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് എഴുതുമല്ലോ. അതാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സ്കൂളിലെ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് ഡിഫറൻസ് ലെസ് ദാൻ 3 മീറ്റർ. അങ്ങനെ ഒരു റിലേഷൻ. ഹൈറ്റിന്റെ ഡിഫറൻസ് ലെസ് ദാൻ 3 മീറ്റർ ആണ്, 3 മീറ്ററിനേക്കാൾ കുറവ്. അപ്പൊ അതൊരു യൂണിവേഴ്സൽ റിലേഷൻ ആണ്. കാരണം എല്ലാ കുട്ടികളുടെയും ഹൈറ്റിന്റെ ഡിഫറൻസ് 3 മീറ്ററിനേക്കാൾ കുറവായിരിക്കും.
എല്ലാവരും അതിൽ ഉൾപ്പെടും. അപ്പൊ അങ്ങനത്തെ റിലേഷനാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. അതായത് എംപ്റ്റി റിലേഷൻ ആണെങ്കിൽ R is equal to 5. ഓക്കെ, അതെന്തായിരിക്കും? A cross B യുടെ സബ്സെറ്റ് ആയിരിക്കും. 5 എന്നുള്ളത് A cross B യുടെ സബ്സെറ്റ് ആയിരിക്കും. സബ്സെറ്റിനെ നമ്മൾ ഈ അക്ഷരം കൊണ്ടാണ് ചെയ്യുന്നത്, സബ്സെറ്റ്. ഇനി യൂണിവേഴ്സൽ റിലേഷൻ ആണെങ്കിൽ R is equal to A cross B ആയിരിക്കും. അത് എന്തായിരിക്കും? A cross B യുടെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ എംപ്റ്റി റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷനെയും പലപ്പോഴും നമ്മൾ പറയുന്നത് പൊതുവെ കോമൺ ആയിട്ട് പറയുന്നത് ട്രിവിയൽ റിലേഷൻ ആണ്. ട്രിവിയൽ റിലേഷൻ എന്ന് പറയും. ട്രിവിയൽ റിലേഷൻ. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ് ഇക്വാലൻസ് റിലേഷൻ. അപ്പം ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഇനി എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ, എന്താണ് സിമെട്രിക് റിലേഷൻ, എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ, അത് എന്താണെന്ന് നോക്കാം. ഇത് മൂന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആവുകയുള്ളൂ. അപ്പം ആദ്യം നമുക്ക് എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ നോക്കാം. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്നുണ്ടെങ്കിൽ A belongs to R. A എന്നുള്ള എലമെന്റ് ഓർഡർ ആ റിലേഷനിൽ വരണം. For every A belongs to A. സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണെങ്കിൽ A belongs to R. For every A belongs to set A. അപ്പോൾ ആ റിലേഷനിൽ ഈ ഓർഡറുടെ പേര് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ റിഫ്ലെക്സീവ് ആവും. ഇനി സിമെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ സപ്പോസ് ഇഫ് A1 A2 belongs to R, ആ റിലേഷനിൽ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ A2 A1 ആ റിലേഷനിൽ വരണം. A1 A2 belongs to R ആണെങ്കിൽ A2 A1 ആ റിലേഷനിൽ വന്നാൽ മാത്രമേ അത് സിമെട്രിക് ആവും. നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും കൂടുതൽ വ്യക്തമായിട്ട്. ഇനി അടുത്തത് ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ, അപ്പോൾ സിമെട്രിക് ആവണമെങ്കിൽ A1 A2 belongs to R, then A2 A1 belongs to R. ഇനി ട്രാൻസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ സപ്പോസ് A1 A2 belongs to R, A1 A2 ആ റിലേഷൻ ഉണ്ട്. അതുപോലെ A2 A3 ആ റിലേഷൻ ഉണ്ടെങ്കിൽ ഇനി A1 A3 ആ റിലേഷൻ ഉണ്ടായിരിക്കണം. A1 A3 belongs to R, for every A belongs to A. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ A1 A2 ആ റിലേഷൻ ഉണ്ട്, A2 A3 റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ A1 A3 ആ റിലേഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഷോ ദാറ്റ് ദ റിലേഷൻ R in the set 1 2 3 relation is set given by R is equal to relation is equal to 1 1 2 2 3 3 1 2 2 3 2 3 is reflexive. ഇത് റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിക്കണം. അതുപോലെ തന്നെ neither symmetric nor transitive, സിമെട്രിക് അല്ല ട്രാൻസിറ്റീവ് അല്ല എന്ന് തെളിയിക്കണം. അപ്പൊ ഇതിൽ ആദ്യം ഇത് റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിക്കണം. അപ്പൊ സെറ്റ് 1 2 3 ഉള്ള റിലേഷൻ ആണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് റിഫ്ലെക്സീവ് ആണെങ്കിൽ A belongs to R ആയിരുന്നു. അതായത് ഒരേ
ഓർഡേർഡ് പെയർ ആ റിലേഷനിൽ ഉണ്ടായിരുന്നു. ഈ എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എലമെന്റ്സുകളാണ്. അപ്പൊ ഈ സെറ്റിലുള്ള എലമെന്റ്സ് ആണ് 1 2 3. അപ്പം ആ റിലേഷനിൽ 1 1 ആ റിലേഷനിലുണ്ട്, 2 2 റിലേഷനിലുണ്ട്, 3 3 റിലേഷനിലുണ്ട്. അപ്പം ഇതിലെ 3 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 അത് മൂന്നും ഇതിൽ റിലേഷൻ ഉൾപ്പെട്ടത് കൊണ്ട് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ഇനി സപ്പോസ് ഈ 3 3 ഇതിലില്ല, അപ്പൊ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഇല്ലെങ്കിൽ അത് റിഫ്ലെക്സീവ് അല്ല. കാരണം ഇവിടെ സെറ്റ് എയിൽ 1 2 3 3 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ അതേപോലത്തെ ഓർഡേർഡ് പെയർ റിലേഷൻ വന്നാൽ മാത്രമേ അത് റിഫ്ലെക്സീവ് ആകൂ. അപ്പം ഫസ്റ്റ് എന്താണ് 1 1 2 2 3 3 belongs to R. So R is reflexive. R is reflexive. Okay. ഇനി നെക്സ്റ്റ് സിമെട്രിക് ആണോ? സിമെട്രിക് ആണോ നോക്കണം. ഇവിടെ 1 2 ഉണ്ടല്ലോ. സിമെട്രിക് ആണെങ്കിൽ A1 A2 belongs to R, then A2 A1 also belongs to R എന്ന് പ്രൂവ് ചെയ്യും. ഇവിടെ 1 2 ഉണ്ടല്ലോ. 1 2 ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും എന്ത് വേണം? 2 1 വരണം. 2 1 വന്നാൽ മാത്രമേ അത് സിമെട്രിക് ആവൂ. അപ്പൊ ഇവിടെ ഈ റിലേഷനിൽ 2 1 ഇല്ല, അതുകൊണ്ട് ഇതെന്തല്ല സിമെട്രിക് അല്ല. അതുപോലെ തന്നെ 2 3 ഇവിടെ ഉണ്ട്. 2 3 വന്നാൽ എന്തായാലും 3 2 വരണം, അതും ഇതിലില്ല. അതുകൊണ്ട് ഇതെന്തല്ല സിമെട്രിക് അല്ല. ഇനി ഇത് ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ട്രാൻസിറ്റീവ് ആണോ എങ്ങനെ നോക്കാം. ഇവിടെ 1 2 ഉണ്ട്, 2 3 ഉണ്ട്. 1 2 2 3 belongs to ആ റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 1 3 എന്തായാലും റിലേഷനിൽ വരണം. അങ്ങനെ വന്നാൽ മാത്രമേ അത് ട്രാൻസിറ്റീവ് ആവൂ. 1 2 2 3 വന്നതുകൊണ്ട് ഇതിൽ 1 3 എന്തായാലും റിലേഷനിൽ വരണം. അത് ഈ റിലേഷനിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് എന്തല്ല ട്രാൻസിറ്റീവ് അല്ല. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. Let L be the set of all lines in a plane and R is the relation in L defined as R is equal to L1 L2 such that L1 is perpendicular to L2. Show that R is symmetric but neither reflexive nor transitive. ഒരു പ്ലെയിനിലുള്ള സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ആണ് L. അവരുടെ റിലേഷൻ എന്ന് പറയുന്നത് R is equal to L1 L2 such that L1 is perpendicular to L2. ഇത് റിഫ്ലെക്സീവ് അല്ല, പക്ഷെ റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും അല്ല, സിമെട്രിക് ആണെന്ന് തെളിയിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇത് റിഫ്ലെക്സീവ് അല്ല എന്ന് തെളിയിക്കണം. റിഫ്ലെക്സീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് L1 L1 belongs to R എന്ന് തെളിയിക്കണം. അതായത് L1 L1 എഴുതിയാൽ അതിനർത്ഥം എന്താണ്? implies that L1 is perpendicular to L1. ഒരു ലൈന് ആ ലൈനിൽ തന്നെ പെർപെൻഡിക്കുലർ ആവോ? ഇല്ല. സോ L1 L2 not belongs to R because a line cannot be perpendicular to itself. Okay, so R is not reflexive. R is not reflexive. ഇനി ഇത് സിമെട്രിക് ആണെന്ന് തെളിയിക്കണം. സിമെട്രിക് ആണെന്നെങ്കിൽ എങ്ങനെ തെളിയിക്കണേ? L1, L2 belongs to R. അതിനർത്ഥം എന്താണ്? L1 is perpendicular to L2. L1 is perpendicular to L2. That means what? L2 is perpendicular to L1. ഒരു ലൈൻ L1 L2 L1 പെർപെൻഡിക്കുലർ ആണെങ്കിൽ L2 L1 ന് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്.
So L2 is perpendicular to L1. That means L2 L1 belongs to R. L2 L1 belongs to R. So R is symmetric. ഇനി ഈ R ഈ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ലാന്ന് തെളിയിക്കും. So L1 L2 belongs to R. അതായത് L1 is perpendicular to L2. L1 is perpendicular to L2. ഇനി L2 L3 belongs to R. Implies that L2 is perpendicular to L3. So L1 L2. This is L1. L2. L2. L1 is perpendicular to L2. Then L2 L3 belongs to R. That means what? L2 is perpendicular to L3. So ഈ L2 ന് perpendicular ആണ് ഈ L3. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടതാണ് L1 L3 belongs to R എന്ന് നമുക്ക് തെളിയിക്കണം. ഈ L1 L3 ക്ക് perpendicular ആണോ? L1 is perpendicular to L3 എന്നാണ് തെളിയിക്കേണ്ടത്. പക്ഷേ ഇത് perpendicular ആണോ? L1 ഉം L3 എന്താണ്? parallel ആണ്, perpendicular അല്ല. So L1 L3 not belongs to R. So R is not transitive. So this relation is symmetric but neither transitive nor reflexive.